Hi everybody. Hope all of you are staying safe. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബേസിക് എലമെൻറ്റ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പേര് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റമാണ് യൂണിവേഴ്സലി എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഒരു അക്കൗണ്ടൻ്റ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ 2 തവണ എൻ്റർ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒരു റിസീവിങ് ആസ്പെക്റ്റും ഒരു ഗിവിങ് ആസ്പെക്റ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് നമ്മളെ സ്ഥാപനത്തിലേക്ക് കമ്പ്യൂട്ടർ വരുന്നു, അതോടൊപ്പം നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വരുന്നത് റിസീവിങ് ആസ്പെക്റ്റാണ്, കമ്പ്യൂട്ടർ പോകുന്നത് ക്യാഷ് പോകുന്നത് ഗിവിങ് ആസ്പെക്ട്സ് ആണ്. ഈ 2 ആസ്പെക്ട്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. അക്കൗണ്ടിങ്ങിൽ ഈ റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ പറയുന്നത് ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ പറയുന്നത് ക്രെഡിറ്റ് എന്നുമാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും എന്ന് പഠിക്കാനായി അക്കൗണ്ട് എന്താണ് എന്ന് നമുക്കറിയണം. ആ അക്കൗണ്ടിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയും. അക്കൗണ്ട് ഈസ് എ പ്ലേസ് വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അത്രയേ ഉള്ളൂ. ഈ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂള് മനസ്സിലാക്കാൻ വേണ്ടി അക്കൗണ്ടിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്സ്, അക്കൗണ്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒന്നാമത് റിയൽ അക്കൗണ്ടാണ്, രണ്ടാമത് നോമിനൽ അക്കൗണ്ടാണ്, മൂന്നാമത്തത് പേഴ്സണൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിയലായിട്ടുള്ള സാധനങ്ങളുടെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഈ റിയലായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, ഇവിടെ നിന്ന് അങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളുടെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ സ്ഥാപനത്തിലുള്ള എല്ലാ സാധനങ്ങളും, നമ്മളെ ഫർണിച്ചർ, നമ്മളെ മെഷീൻസ്, നമ്മളെ കമ്പ്യൂട്ടർ, നമ്മളെ ബിൽഡിങ്, ഇത്തോതിൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന എല്ലാ സാധനങ്ങളുടെയും അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. സെക്കൻഡ് വൺ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് മീൻസ് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസും നമ്മളെ സ്ഥാപനം ഏൺ ചെയ്യുന്ന ഇൻകംസിൻ്റെയും അക്കൗണ്ടിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. തേർഡ് വൺ പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട് അക്കൗണ്ട് റിലേറ്റിംഗ് ടു പേഴ്സൺസ്. പക്ഷേ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളും അതോടൊപ്പം തന്നെ നമ്മളെ സ്ഥാപനവുമായിട്ട് ഡീൽ ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളും മറ്റ് ഓർഗനൈസേഷൻസും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് ദ ബിസിനസ്. ഓക്കെ, ഇനി നമുക്ക് ഈ റിയൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂള്, നോമിനൽ അക്കൗണ്ടിൽ എങ്ങനെയാണ്, പേഴ്സണൽ അക്കൗണ്ട് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ വെരി ബേസിക്സ് പഠിച്ചു എന്നാണ് അർത്ഥം. ഈ റൂള് വെച്ചാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ. അതിൻ്റെ റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മീൻസ് നമ്മൾ ഇങ്ങോട്ടൊരു സാധനങ്ങൾ വരുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യും, അങ്ങോട്ട് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. നമ്മളെ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്കൊരു സാധനം വരുമ്പോൾ ആ സാധനത്തിനെ ഡെബിറ്റ് ചെയ്യും, നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം പോകുമ്പോൾ ആ സാധനത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫർണിച്ചർ വാങ്ങി, നമ്മൾ അതിലേക്ക് എന്ത് വന്നു, നമ്മൾ ഓഫീസിലേക്ക് ഫർണിച്ചർ എത്തി, ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓഫീസിൽ നിന്ന് ക്യാഷ് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്, സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി credited. Furniture comes into the business, furniture account debited. Cash goes out from the business, cash account credited. That's the rule of
real account. Debit what comes in and credit what goes out. Second account is personal account. Personal account, we know, accounts of individual and organizations or institutions dealing with the business. Individual may be either receiver or giver. The rule of personal account is debit the receiver. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന ആളാണെങ്കിൽ അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഒരാൾ എന്തെങ്കിലും സാധനം ഗിവ് ചെയ്യുന്നതാണെങ്കിൽ അയാളെ ക്രെഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, രാമു നമുക്ക് 50 രൂപ തരുന്നു. രാമു നമുക്ക് 50 രൂപ തരുന്നു. നമുക്ക് ക്യാഷ് കിട്ടുന്നു. ആരാണ് തരുന്നത്? രാമുവാണ് തരുന്നത്. രാമു ഗിവറാണ്. രാമുവിനെ ക്രെഡിറ്റ് ചെയ്യും. ദെൻ നമ്മൾ രാധക്ക് 100 രൂപ കൊടുക്കുന്നു. അപ്പോൾ രാധക്ക് 100 രൂപ കിട്ടുകയാണ് ചെയ്യുന്നത്. രാധ റിസീവറാണ്. സോ രാധാസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ദാറ്റ്സ് എ റൂൾ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ. തേർഡ് വൺ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഇൻകർ ചെയ്യുന്ന ബിസിനസ് നടത്താൻ വേണ്ട എല്ലാ ചെലവുകളും നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ബിസിനസ് നടത്തിയിട്ട് നമ്മൾ ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകംസും നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ഇൻകംസും വരുന്നുണ്ട്, എക്സ്പെൻസും വരുന്നുണ്ട്. നമുക്കറിയാം ഇൻകംസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻകം ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസിനെയും ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ്സ് എ റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസ് പേ ചെയ്യുന്നു. ട്രാവലിംഗ് എക്സ്പെൻസ് ഒരു ചിലവാണ്. ട്രാവലിംഗ് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന സമയത്തും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് ക്യാഷാണ്. ക്യാഷ് ബിലോങ്സ് ടു റിയൽ അക്കൗണ്ട് ബിക്കോസ് ക്യാഷ് ക്യാൻ ബി ടച്ച് ആൻഡ് സീൻ. അപ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ നമുക്കറിയാം, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻകേർഡ്, cash goes out from the business. Cash is real account. When cash goes out, cash account should be credited. Okay. Then all incomes are credited. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യുമ്പോൾ ആ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ പോക്കറ്റിലേക്ക് ക്യാഷ് വരും. ക്യാഷിനെ ഡെബിറ്റാണ് ചെയ്യുക. ഒരു ഇൻകം ഏൺ ചെയ്യുമ്പോൾ ക്യാഷ് ഡെബിറ്റും. ക്യാഷ് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് റൂൾ നമുക്കറിയാം, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ദെൻ ക്യാഷ് വെൻ ക്യാഷ് കംസ് ഇൻ ക്യാഷ് ഡെബിറ്റഡ്. ദെൻ ഇൻകം ഏൺ ചെയ്യുന്ന ഇൻകം എന്താണോ ആ ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സോൾഡ് ചെയ്യുന്നു, നമുക്ക് ക്യാഷ് കിട്ടുന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻറ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു അക്കൗണ്ടൻറ്റ് ഫസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. ആ ജേണലിൽ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഒന്ന് റിവൈസ് ചെയ്യുന്നു. ഇപ്പോൾ ജേണലിൻ്റെ ഫോമാറ്റ് നമുക്കറിയാം, ഇതേ രീതിയിലാണ്, ഇപ്പോൾ കണ്ട രീതിയിലാണ്. ഡേറ്റ് ഉണ്ടാവും, പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ലെഡ്ജർ ഫോളിയോ ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയാം കമ്പ്യൂട്ടറും അവിടെ 2 അക്കൗണ്ട്സാണ് എൻറ്റർ ചെയ്യുന്നത്, 2 അക്കൗണ്ട്സാണ് വരുന്നത്. കമ്പ്യൂട്ടർ അക്കൗണ്ട് വരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടർ വരുന്നുണ്ട്, ക്യാഷ് പോകുന്നുണ്ട്. കമ്പ്യൂട്ടർ വരുന്നു, കമ്പ്യൂട്ടർ കംസ് ഇൻ, കമ്പ്യൂട്ടർ റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് റൂൾ നമുക്കറിയാം, debit what comes in. Here computer comes in, so computer account should be debited. Debit ചെയ്യുന്ന അക്കൗണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് എൻ്റർ ചെയ്യുക, ഈ കാണുന്ന രീതിയിലാണ് എൻ്റർ ചെയ്യുക. നമ്മൾ പെർട്ടിക്കുലേഴ്സ് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതും. പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലെഫ്റ്റ് മോഡ് സൈഡിൽ കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്ന് എഴുതും. കമ്പ്യൂട്ടറാണ് വരുന്നത്, കമ്പ്യൂട്ടർ അക്കൗണ്ട് എന്ന് എഴുതും. ദെൻ പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ റൈറ്റ് മോഡ് സൈഡിൽ 2-3 കുത്തിട്ടതിന് ശേഷം DR എന്ന് എഴുതും. വായിക്കുക, കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ക്യാഷ് ആണല്ലോ പോകുന്നത് നമുക്കറിയാലോ. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെ 2 എന്നെഴുതിയതിന് ശേഷം ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും. ഈ എൻട്രി വായിക്കുക,
കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ദെൻ ഈ ജേണൽ എൻട്രി നമ്മൾ ഇതിനെ നമ്മൾ ജേണലിൽ നമ്മൾ എഴുതിയ ഈ സംഭവത്തിന് നമ്മൾ ജേണൽ എൻട്രി എന്നാണ് പറയുന്നത്. ഈ ജേണൽ എൻട്രി എഴുതിയത് എന്തിനാണെന്ന് നമുക്കറിയാലോ. കമ്പ്യൂട്ടർ വാങ്ങി. എന്തിനാണോ ഒരു ജേണൽ എൻട്രി എഴുതിയത് ആ ജേണൽ എൻട്രിയുടെ പേർപ്പസ് ബ്രാക്കറ്റിൽ നറേറ്റ് ചെയ്ത് കാണിക്കും. അതിനെയാണ് നമ്മൾ ഈ രീതിയിലാണ് ബ്രാക്കറ്റിൽ നറേറ്റ് ചെയ്ത് കാണിക്കും. ഈ രീതിയിലാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത്. ഒരു ജേണൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പെർട്ടിക്കുലേഴ്സ് കോളം മാത്രം നമ്മൾ ക്ലോസ് ചെയ്യും. എത്ര പൈസക്കാണോ ട്രാൻസാക്ഷൻ നടന്നത് അത് ഡെബിറ്റിലും ക്രെഡിറ്റിലും എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് ജേണലിൽ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരാം. അസൈൻമെൻറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് നോട്ട് ചെയ്തോ. On 1st January, Mr. Rahul started business for ₹1 lakh. January 3rd, purchased computer. January 7th, purchased goods for cash. January 10th, deposit cash to bank. January 20, commission received. January 25, sold furniture. ഈ ട്രാൻസാക്ഷൻസ് നിങ്ങൾ ജേണലിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ എനിക്കൊന്ന് അയച്ചു തരാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.